ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പച്ചിരി അമ്പലത്തിൽ പോകണം. കാരണം അവിടെ അഖണ്ഡനാമാണ് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണ്, തട്ടയത്തിലെ അമ്പലമാണെന്നൊക്കെ പറയാം. അപ്പം ഞാനും അമ്മമ്മയും അമ്മായും കൂടിയാണ് അമ്പലത്തേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ മാലയിടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ സമയത്ത് എന്നെ അച്ഛൻ കൊണ്ടുപോയില്ല. പിന്നെ നമുക്ക് അന്നത്തെ അത്ര ബോധനമല്ല. പക്ഷെ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്വാമിമാർ മാളികപ്പുറം ഇങ്ങനെ ചാടി കളിക്കുന്നതൊക്കെ കാണുമ്പോഴും അമ്പലത്തിൽ പോകണമെങ്കിലും മാലയിട്ട് നിൽക്കണ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇനിയിപ്പോൾ പ്രായമായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഇത് കണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്വാമി എനിക്ക് കുറച്ച് ഇത് കൊടുക്കുന്നത്, ഇത് ഞാൻ വിചാരിച്ചു തേനാണെന്ന്. പക്ഷെ തേനായിരുന്നില്ല, എണ്ണയായിരുന്നു. അത് കഴിക്കാനുള്ള. അതിനുശേഷം പിന്നെ കുറച്ച് പാല് പോലത്തെ സംഭവം കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ഭൂതനാഥ ചൊല്ലില്ലേ, അതിന് ആൾക്കാരില്ലാണ്ട് വന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ ഇത് ഫസ്റ്റ് ടൈം അല്ല, ഞാൻ മുന്നേ വൈക്കത്തൂർ അമ്പലത്തിലും ബച്ചിരി അമ്പലത്തിലൊക്കെ നാമം ജപിച്ചിട്ടുള്ള ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പാടുന്ന ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ചിരിയൊക്കെ വന്നു. അങ്ങനെ നാമൊക്കെ ചൊല്ലി ഭയങ്കര ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് സദ്യയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുമല്ലോ നമുക്ക്. ഫൈനലി വിശന്നിരിക്കട്ടെ എനിക്ക് ഫുഡ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമൊക്കെ തോന്നിട്ടോ. എന്തായാലും സാമ്പാറും അച്ചാറും പപ്പടും ഒക്കെ അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് വരുന്നവർ നമുക്ക് വേണ്ടി മയക്കം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് കഴിച്ച് വന്നിട്ട് നമ്മൾ തന്നെയാണ് ചൊല്ലിയത്. ഓൾമോസ്റ്റ് ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ നിന്ന് ചൊല്ലിയിട്ടുണ്ടാവും. രാവിലെയാണ് അമ്പലത്തിലെത്തിയത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പാടാൻ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരു 5:30 ഇറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ പോയി വരല് നടക്കാത്തതുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോവല് നടക്കില്ല, കുറച്ച് ദൂരം കൂടുതലാണ്. പിന്നെ അവളെ വീട്ടിൽ പോയാണ്ട് കുറച്ച് ഒരു അരമണിക്കൂറിനുള്ള അമ്പലത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഞാനും അവളും കൂടെ മേക്കപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓറഞ്ചും ആപ്പിളൊക്കെ എനിക്ക് കൊടുന്നു കേട്ടോ. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വന്ന്. അവളുടെ വീട്ടിൽ നിന്ന് അമ്പലത്തേക്ക് ഒരു 4 മിനിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ അവള് വലിയ വീഡിയോ എടുക്കുന്ന പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര ഷൂട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്റെ അനിയൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അവൻ മാലിട്ടുകൊണ്ട് ഇവിടെ ഓൾമോസ്റ്റ് രാവിലെ മുതലേ ഉണ്ട്. പിന്നെ അമ്മയും അച്ഛനും കൂടെ വൈകുന്നേരം ആകുമ്പോൾ വന്നു. അതുകൊണ്ട് നമ്മൾ അവസാനിക്കുന്ന ടൈമിലാണ് ഇവർ ഈ പീരീഡ് എടുക്കുന്നത്. ഈ പീരീഡ് എടുത്തിട്ട് ഇനി അയ്യപ്പസ്വാമിന്റെ പ്രതിഷ്ഠയുടെ ചുറ്റുപാറ ഇവരിങ്ങനെ 3 പ്രാവശ്യം വലം വെക്കും. പീരീഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ദീപാരാധനയും പിന്നെ കറുപ്പൂരാട്ടമൊക്കെ ഉണ്ടായിരുന്നു. കറുപ്പൂരാട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റി എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ആ ഒരു ഇത് നടക്കുന്ന ടൈമിൽ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ എനിക്ക് ശബരിമലയിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്തതിന്റെ സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പോ ചെറിയ പെൺകുട്ടികളെ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ എന്തായാലും അച്ഛനമ്മമാര് ഒരു തവണെങ്കിലും ശബരിമല കൊണ്ടുപോകണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം എന്നെ പോലെ തന്നെ അവർക്കും ഉണ്ടാവും ഈ ഒരു ആഗ്രഹം, ദൈവമേ അയ്യപ്പനെ കാണണം, ശബരിമല പോകണം എന്നുള്ള ആഗ്രഹം എന്തായാലും ഉണ്ടാവും. അത് ആരും ഇതാക്കാണ്ടിരിക്കുക. എന്തായാലും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ മലയ്ക്ക് കൊണ്ടുപോകുക. കർപ്പൂരാട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടി. പക്ഷെ കുറച്ചുള്ളത് എന്തായാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ബാക്കിലുള്ള സുചി ചേച്ചിയാണ് ഞങ്ങൾക്ക് ഒരുപാട് കാലത്ത് പരിചയമുണ്ട്. അമ്മ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞങ്ങള് അവിടെ വീട്ടിൽ പോയി നിൽക്കലും ഇങ്ങോട്ട് നിൽക്കലും അവരുടെ മോളെ ഡാൻസ് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് എന്നെ എന്റെ ചേച്ചിനൊക്കെ ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവിടെ സ്വാമിമാരുടെ നാമജപൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് കുറച്ചേരം കേട്ടിരുന്നു. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് വന്നുകൊണ്ട് എന്റെ വയറ് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. വീടെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ അനിയ സ്ഥലം വിട്ടു. അവർക്ക് വൈക്കത്തുരമ്പത്തിൽ ഭിക്ഷ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് ഓടി. പക്ഷെ കറുപ്പൂരായിട്ട് നാമജപൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഫുഡ് എന്ന് പറയാൻ രാത്രിത്തത് റവമാവും സാമ്പാറും ഉണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ 2ാം വട്ടമൊക്കെ പോയി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.